അതായത് BJP-യുടെ ഉപരാഷ്ട്രപതി രാജിവെക്കും മുമ്പ് താൻ രാജിവെക്കാൻ പോകുന്നു, അതിൻ്റെ കാരണങ്ങൾ വിശദീകരിച്ച് 1 മണിക്കൂർ മുമ്പ് JP നദ്ദ എന്ന് പറഞ്ഞ BJP അധ്യക്ഷനോടല്ല സംസാരിച്ചത്. ഓം ബിർള എന്ന് പറയുന്ന തൻ്റെ അതേ പണി ചെയ്യുന്ന ലോകസഭ സ്പീക്കറിനോടല്ല സംസാരിച്ചത്. BJP-യിലെ സഹപ്രവർത്തകരോടല്ല സംസാരിച്ചത്. ജയറാം രമേശിനോട് 40 മിനിറ്റ് സംസാരിച്ചു. എന്താണ് കാരണം? ഇതെല്ലാം കൂടെ കൂട്ടി വെച്ച് വായിക്കുമ്പോൾ ഡൽഹിയിലെ അന്തഃപുരങ്ങളിൽ പാർലമെൻറ്റിൻ്റെ ഇടനാഴികളിൽ നടന്ന ചില നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ജഗദീപ് ധൻഖർ അങ്ങനെ വലിയ പൊളിറ്റിക്കൽ സ്റ്റേച്ചർ ഒന്നും ഉണ്ടായിരുന്ന ആളല്ല. ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരനൊന്നും ആയിരുന്നില്ല. നമ്മളത് കേട്ടില്ലേ? ഉപരാഷ്ട്രപതി അതെ, വളരെ പെട്ടെന്ന് മോദി കൊണ്ടുവരുന്നു, മോദി ഉപരാഷ്ട്രപതിയാക്കുന്നു. ജഗദീപ് ധൻഖറിന് കഴിഞ്ഞ കുറച്ചു കാലമായി ഒരു വല്ലാത്ത രാഷ്ട്രീയ മോഹങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് ഒരു സൂചനയുണ്ട്. അതിന് കാരണം അദ്ദേഹം പെട്ടെന്ന് ഭയന്നു. അദ്ദേഹത്തിനെ ഇംപീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഇന്ത്യ മുന്നണി ഒരു പ്രമേയം രാജ്യസഭയിൽ കൊണ്ടുവരും എന്ന് വന്നപ്പോൾ ഒന്ന് ഭയന്നു. പിന്നീട് അദ്ദേഹം ചില കോംപ്രമൈസുകൾക്ക് തയ്യാറായി എന്നാണ് കേൾക്കുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം 63 പ്രകാരമാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതിക്ക് വലിയ അധികാരമൊന്നുമില്ല, ഒരു ആലങ്കാരിക പദവിയാണ്. എന്തെങ്കിലും അധികാരം ഉണ്ടെങ്കിൽ അത് രാജ്യസഭയുടെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുമ്പോൾ സഭ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഉപരാഷ്ട്രപതിയോട് രാജിവെച്ച് പോവണം, അല്ലെങ്കിൽ ഇയാളെ ഇംപീച്ച് ചെയ്യുമെന്നും ഭരണകക്ഷിയായ BJP തന്നെ പറഞ്ഞതിനെ തുടർന്നാണ് ജഗദീപ് ധൻഖർ രാജിവെച്ചത്, എടുപ്പിടിയിൽ രാജിവെച്ചതെന്ന് എന്നുള്ള വിവരങ്ങളാണ് ദില്ലിയിലെ രാഷ്ട്രീയ ഉപശാലകളിൽ നിന്ന് പുറത്തു വരുന്നത്.